നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോസസ് ലോയുടെ അപ്ലിക്കേഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസസ് ലോ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമും കണ്ടു. അതിൻ്റെ ആവശ്യകത, ഫിസിക്സിനകത്ത് അതിൻ്റെ ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഗോസസ് ലോ ഒരു ഇഫക്റ്റിനെയും അതിൻ്റെ കാരണത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, കാരണക്കാരൻ ഇലക്ട്രിക് ചാർജാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമിൽ നിന്നും തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗോസസ് ലോ മനസ്സിലാക്കാനായിട്ട് ഒരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്തിരുന്നു. ഒരു പന്തിൻ്റെ സർഫസ്. ആ പന്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചാർജ് ക്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആകാം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പന്തിൻ്റെ സ്പെറിക്കൽ സർഫസിലൂടെ പുറത്തേക്ക് ധാരാളം ഫീൽഡ് ലൈനുകൾ ഉണ്ടാവും. ചാർജിലും തുടങ്ങിയ ധാരാളം ഫീൽഡ് ലൈനുകൾ ഉണ്ടാവും. അപ്പുറത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് അവിടെ പോയി അവസാനിക്കും. പുറത്ത് നെഗറ്റീവ് ചാർജ് ഇല്ലെങ്കിൽ ഇവ സ്ട്രെയിറ്റ് ലൈനുകളായിട്ട് ഇൻഫിനിറ്റി പോയി അവസാനിക്കും. അപ്പം ഈ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ്. അതിൽ വെക്റ്റർ ഇ എന്ന് പറയുന്നത് ഈ ക്ലോസ്ഡ് സർഫസിലെ പന്തിൻ്റെ സ്പെറിക്കൽ സർഫസിലെ ഒരു ചെറിയ ഏരിയയാണ്. ആ ചെറിയ ഏരിയയിലൂടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് വെക്റ്റർ ഇ എന്ന് പറയുന്നത്. അപ്പം ഇ ഡോട്ട് ഡി എസ് എടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ ഏരിയയിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് കിട്ടും. അങ്ങനെയുള്ള ചെറിയ ഏരിയകൾ ബാക്കിയുള്ള ചെറിയ ഏരിയകൾ കൂടി ഇമാജിൻ ചെയ്യുക. അത്തരം ചെറിയ ഏരിയകളിൽ ഓരോന്നിലൂടെയുള്ള ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഫ്ലക്സുകളെ എല്ലാം കൂടെ കൂട്ടുക. അതിനാണ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് വിളിക്കുന്നത്. ക്ലോസ്ഡ് എന്നിടാനുള്ള കാരണവും മനസ്സിലാക്കിയിരുന്നു. ഒരു ക്ലോസ്ഡ് സർഫസിൽ ഈ ഇൻ്റഗ്രേഷൻ നടത്തുന്നതുകൊണ്ടാണ് ക്ലോസ്ഡ് എന്നുള്ള പേര് വന്നത്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ കൺവെൻഷനലായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഗോസസ് ലോ അനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എടുത്താലും മതി. വേർ Q is the charge inside the closed surface under consideration. ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്ന ഇതിനെയാണ് മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗോസസ് ലോ എന്ന് പറയുന്നത്. ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസിനെയാണ് ഗോസിയൻ സർഫസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് മനസ്സിലാവാൻ നമുക്ക് വേണ്ട അറിവുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ഫിസിക്സിൽ എന്ത് റോളാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഗോസസ് ലോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഒറ്റ ചാർജ് മാത്രമാണ് ഒരു സ്ഥലത്തുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒറ്റ ചാർജ് കൊണ്ട് അതിൽ നിന്നും r ഡിസ്റ്റൻസ് ദൂരെ കിടക്കുന്ന ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ആ ഇലക്ട്രിക് ഫീൽഡ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. E ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ r സ്ക്വയർ. പക്ഷെ ഒരു ചാർജിന് പകരം ധാരാളം ചാർജുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഇൻഫിനിറ്റ് വലിപ്പമുള്ള ഒരു ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഷീറ്റിന്റെ മുകളിൽ നിറച്ചും പോസിറ്റീവ് ചാർജ് ഉണ്ട്, ധാരാളം പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇത്രയും വലിയ ഒരു ഷീറ്റ് കാരണം ആ ഷീറ്റിൽ നിന്നും ഒരു സർട്ടൻ ദൂരെ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് P എന്ന് വിചാരിക്കുക. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇതാണ് ഒരു സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക. ഇത്തരം സിറ്റുവേഷനുകളിൽ നമ്മൾ കൂളുംസ് ലോ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂൾ കൂടിയാണ് ഗോസസ് ലോ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് ചാർജ്ഡ് കണ്ടക്ടർ. എന്താ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ നീളമുള്ള ഒരു കണ്ടക്ടറിനെയാണ് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഈ കണ്ടക്ടറിന് മുകളിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. നെഗറ്റീവ് ചാർജ് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുന്നതാണ്. കണ്ടക്ടർ യഥാർത്ഥത്തിൽ ന്യൂട്രൽ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ എക്സ്റ്റേണലായിട്ട് വേറെ ചാർജ് എക്സ്റ്റേണലായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ചാർജ് കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ ഇലക്ട്രിക്കലി ന്യൂട്രലാണ് ഉണ്ടാവും. പിന്നെ ഒരു പ്രത്യേകതയിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ ചാർജ് എന്നോ ചില ഭാഗത്ത് കുറവ് ചാർജ് എന്നുള്ള വ്യത്യാസമില്ല. എല്ലാ ഭാഗത്തും തുല്യ അളവിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഈ കണ്ടക്ടറിന്റെ
കണ്ടക്ടറിൽ നിന്നും ഒരു സേർട്ടൺ ദൂരത്ത് കിടക്കുന്ന 6 മീറ്റർ ദൂരെ കിടക്കുന്ന പോയിന്റാണ് പി എന്ന് വിചാരിക്കുക. പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ല, കണ്ടക്ടറിന്റെ മുകളിലത്തെ മൊത്തം ചാർജുകൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ഉദാഹരണത്തിന് ഈ പോയിന്റ് കിടക്കുന്ന ചാർജ് ക്യൂ ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്നും 6 മീറ്റർ ദൂരെ കിടക്കുന്ന പോയിന്റാണ് പി. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് E = 1/4πε0 Q/r². പക്ഷെ ഇവിടെ ഈ ഒരു ചാർജ് മാത്രമുള്ളത് ഈ പോയിന്റിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ഭാഗത്തൊക്കെ ധാരാളം ചാർജുകൾ വേറെയും കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു കണ്ടക്റ്റിംഗ് ബോഡിയുടെ ചുറ്റുമുള്ള പോയിന്റുകളിൽ ഒരെണ്ണമായ പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഗോസസ് ലോ ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക? ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസ് കാണും, വിച്ച് വി കോൾ ദി ഗോസിയൻ സർഫസ്. അപ്പോൾ ഈ കേസിൽ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിന്റെ രൂപത്തിലാണ്. ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിന്റെ പ്രത്യേകത അതിൻ്റെ ആക്സിസിലൂടെയാണ് ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ കടന്നു പോകുന്നത്. ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കുറേ സർക്കിളുകൾ അടുക്കി വെച്ചതാണ്. ആ സർക്കിളുകളുടെ എല്ലാം കൂടെ സെന്ററുകൾ തമ്മിൽ കണക്ട് ചെയ്താൽ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് ആക്സിസ് ഓഫ് ദ സിലിണ്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സിലിണ്ടറിന്റെ ആക്സിസ് സ്ട്രെയിറ്റ് ലൈൻ, ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ വരത്തക്ക രീതിയിലുള്ള ഒരു സിലിണ്ടറാണ് നമ്മൾ ഇമാജിൻ ചെയ്തിരിക്കുന്നത്. ഈ സിലിണ്ടറിന് ഒരു അപ്പർ സർഫസ് ഉണ്ട്, ഇതാണ് അപ്പർ സർഫസ്. അതേപോലെ ഒരു ലോവർ സർഫസ് ഉണ്ട്. സിലിണ്ടറിന്റെ ലെങ്ത് L ആണ് എന്ന് വിചാരിച്ചു. L മീറ്റർ ലെങ്ത് ഉള്ള ഹൈറ്റ് ഉള്ള സിലിണ്ടറാണ്. ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. മുകൾ ഭാഗത്തും ക്ലോസ്ഡ് ആണ്, താഴെയും ക്ലോസ്ഡ് ആണ്, വശങ്ങളും ക്ലോസ്ഡ് ആണ്. ഈ ക്ലോസ്ഡ് സിലിണ്ടറിനെയാണ് നമ്മൾ ഈ കേസിൽ ഗോസിയൻ സർഫസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പോകുന്ന സർഫസിനെയാണ് ഗോസിയൻ സർഫസ് എന്ന് വിളിക്കുന്നത്. ഗോസിയൻ സർഫസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ സർഫസിന് ഒരു സിമെട്രി വേണം. എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേപോലെ വേണം, ഒരു ഇറഗുലർ ഷേപ്പ് ഉള്ളതാവരുത്. രണ്ടാമത്, ഏത് പോയിന്റിലെ ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത്, പോയിന്റ് പിയിലെ ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത്, അത് ഈ ഗോസിയൻ സർഫസിന്റെ മുകളിലത്തെ ഒരു പോയിന്റ് ആയിട്ട് വരണം. ഗോസിയൻ സർഫസിന്റെ മുകളിലത്തെ ഒരു പോയിന്റ് ആയിട്ടാണ് ഇപ്പോൾ പി വന്നിരിക്കുന്നത്. സിലിണ്ടറിന്റെ ആക്സിസിലൂടെയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ടും സിലിണ്ടറിന്റെ സർഫസിൽ ഒരു പോയിന്റ് ആണ് പി എന്നുള്ളത് കൊണ്ടും റേഡിയസ് ഓഫ് ദി സിലിണ്ടർ 6 മീറ്റർ ഉണ്ട്. അപ്പോൾ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ വരുന്ന കണ്ടക്ടറിന്റെ പോർഷൻ എത്രയാണ്? സിലിണ്ടറിന്റെ ഉള്ളിൽ വരുന്ന കണ്ടക്ടറിന്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇത് തൊട്ട് ഇതുവരെയുള്ള പോർഷൻ സിലിണ്ടറിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഈ ഭാഗത്ത് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് ഈ കണ്ടക്ടർ ക്രോസ് ചെയ്ത് കയറുന്നു, ഈ ഭാഗത്തുകൂടി സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അപ്പോൾ സിലിണ്ടറിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കണ്ടക്ടറിന്റെ പോർഷന്റെ ലെങ്ത് L മീറ്റർ തന്നെ വരും. അത്രയും ഭാഗത്തുള്ള ചാർജ് Q കൂളും, ഇവിടുന്ന് ഇവിടം വരെയുള്ള മൊത്തം ചാർജുകൾ കൂട്ടിയ Q കൂളും കിട്ടുന്ന വിചാരിക്കും. അതായത് കണ്ടക്ടറിന്റെ L മീറ്റർ ലെങ്ത്തിൽ Q കൂളും ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ടാവും? ചാർജ് ഇൻ 1 മീറ്റർ ലെങ്ത് ഈസ് Q/L. Qന്റെ യൂണിറ്റ് കൂളും, Lന്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയാണ് ലാംഡ എന്ന് റിപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് കോൾഡ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദിസ് കണ്ടക്ടർ. ഈ കണ്ടക്ടറിന്റെ യൂണിറ്റ് ലെങ്ത്തിൽ 1 മീറ്റർ നീളത്തിലുള്ള ചാർജിന്റെ അളവിനെയാണ് ലാംഡ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗോസസ് ലോ ഈ കേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ലാംഡ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലോസ്ഡ് ഗോസിയൻ സർഫസിന്റെ മുകളിലത്തെ ചെറിയൊരു ഏരിയ ഇമാജിൻ ചെയ്യാം. ഉദാഹരണത്തിന് ഇതാണ് നമ്മുടെ സിലിണ്ടർ എങ്കിൽ അവിടെ അതിന്റെ സർഫസിൽ, സിലിണ്ടറിക്കൽ സർഫസിൽ ഒരു ചെറിയ ഏരിയ ഇമാജിൻ ചെയ്യും. അപ്പോൾ ഈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഏരിയയുടെ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, മറ്റേ ഭാഗം അപ്പുറത്താണ്. ഇനി ഈ ഏരിയയുടെ ദിശ എന്ന് പറയുന്നത് പുറത്തേക്ക് വരച്ചിരിക്കുന്ന നോർമലാണ്. ഏരിയയിൽ നിന്നും പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഏരിയ കാണണമെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരച്ചിരിക്കുന്ന നോർമൽ പെർപെൻഡിക്കുലറിന്റെ ദിശയാണ് ഏരിയയുടെ ദിശ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലോ ആ ഏരിയയുടെ ദിശ ഇങ്ങനെ പുറത്തേക്കായിരിക്കും ഉണ്ടാവും. സോ വെക്ടർ ds ഈസ് ദ എലിമെന്ററി ഏരിയ അറൌണ്ട് പോയിന്റ് പി. പോയിന്റ് പിക്ക് ചുറ്റുമുള്ള എലിമെന്ററി ഏരിയ ആണ് വെക്ടർ ds എന്ന് പറയുന്നത്. ഇനി ഈ ചെറിയ ഏരിയയിലൂടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, ആര് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്? ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ കാരണമുള്ള
കണ്ടക്ടറിലെ ചാർജ് കാരണം പോയിന്റ് ഡി എസ് എന്ന് പറയുന്ന എലിമെന്ററി ഏരിയയിലൂടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇ ആണ് എന്ന് വിചാരിക്കുക. വെക്റ്റർ ഇ ആണെന്ന് വിചാരിക്കുക. വെക്റ്റർ ഇ ആണെന്ന് വിചാരിക്കുക. വെക്റ്റർ ഇയുടെ ദിശ എങ്ങോട്ടാണ് വരിക? ഈ കണ്ടക്ടറിന്റെ മുകളിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് കണ്ടക്ടറിന്റെ മിഡ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് കണ്ടക്ടറിന്റെ മിഡ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് മുകളിലേക്കുള്ള ഹാഫിലും താഴത്തേക്കുള്ള ഹാഫിലും തുല്യ ചാർജുകൾ വീതമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പുറത്തേക്ക് ആക്കി, അതായത് കണ്ടക്ടറിന്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു വെക്ടർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ. അത് മനസ്സിലാക്കാനായിട്ട് ഇൻഫിനിറ്റ് ലെങ്ത് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ കണ്ടക്ടർ ഇമാജിൻ ചെയ്യും. സാധാരണ നീളമുള്ള ചാർജിൽ കണ്ടക്റ്റിംഗ് ബോഡി ഇമാജിൻ. ഈ കണ്ടക്റ്റിംഗ് ബോഡി AB ലെങ്ത് ഉള്ളതാണെന്ന് വിചാരിക്കുക. ഇത് ഇൻഫിനിറ്റി അല്ല, ഫൈനൈറ്റ് ലെങ്ത് ആണ്. അതിൻ്റെ മുകളിൽ യൂണിഫോം ആയിട്ട് പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എല്ലാ ഭാഗത്തും തുല്യമായ അളവിൽ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ഈ സ്ട്രേറ്റ് കണ്ടക്റ്റിംഗ് ബോഡിയുടെ മിഡ് പോയിന്റ്. അപ്പോൾ മിഡ് പോയിന്റിൽ ഒരു ചാർജ് ഉണ്ട്. ആ മിഡ് പോയിന്റിലെ ചാർജ് കാരണം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തേക്ക്. അത് എന്തുകൊണ്ടാണ് പുറത്തേക്ക്? പോസിറ്റീവ് ചാർജ് കാരണം ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ പോസിറ്റീവ് ചാർജിൽ നിന്നും അകലേക്കായിരിക്കും. അതേ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ആ ടെക്നിക്ക് അനുസരിച്ച് പോയിന്റ് പിയിൽ ഇവിടെയുള്ള ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇങ്ങോട്ട് വരും. അതേപോലെ ഈ പോയിന്റിൽ ഇവിടെയുള്ള ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈ ദിശയിൽ വരും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ചാർജും ഈ ചാർജും നമ്മൾ ദൂരം തന്നെയാണ്, ഇയാളും തമ്മിലുണ്ട്. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അതേ ദൂരമാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്. അതുകൊണ്ട് ഈ വരച്ചിരിക്കുന്ന വെക്ടറും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ളവയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവയുടെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടന്റ് ഇതേ ദിശയിൽ തന്നെ വരും. ഓൾറെഡി ഈ ദിശയിൽ ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവർ രണ്ടുപേരുടെയും കൂടെ റിസൾട്ടന്റും അതേ ദിശയിൽ തന്നെ വരും. അപ്പോൾ ഇവിടെയുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഈ 3 പേര് കാരണമുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ദിശ വലത്തോട്ട് വരും. അഗെയിൻ ഇവിടെയുള്ള ചാർജ് ഇതെടുക്കുക, അതേപോലെ ഇവിടെയുള്ള ചാർജ് എടുക്കുക. ഇയാൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരും. അതേപോലെ ഇയാൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇവരുടെയും ഈ പുതുതായിട്ട് വരച്ച 2 പേരുടെയും കൂടെ റിസൾട്ടന്റും വലത്തോട്ട് തന്നെയാണ് വരിക. ഓൾറെഡി ഈ 3 പേരുടെയും കൂടെ റിസൾട്ടന്റ് വലത്തോട്ടായിരുന്നുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഈ 2 പേരുടെയും കൂടെ റിസൾട്ടന്റും കൂടെ വലത്തോട്ട് വരും. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വലത്തോട്ട് തന്നെ വരും. അതായത് ഒരു കണ്ടക്റ്റിംഗ് ബോഡിയുടെ മിഡ് പോയിന്റിന്റെ നേരെയാണ് പോയിന്റ് എടുക്കുന്നതെങ്കിൽ അവിടെ ആ കണ്ടക്റ്റിംഗ് ബോഡിയുടെ മുകളിലത്തെ എല്ലാ ചാർജുകളും കാരണമുള്ള ഫീൽഡുകൾ, പോസിറ്റീവ് ചാർജുള്ള കണ്ടക്റ്റിംഗ് ബോഡി ആണെങ്കിൽ കണ്ടക്ടറിന്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാണ് പോയിന്റ് എങ്കിൽ ഇവിടുന്ന് വലത്തോട്ട് വരും. ഇനി ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഇടത്തോട്ട് വരും. ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും. അതേ സമയത്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ പോയിന്റ് മിഡ് പോയിന്റിന്റെ നേരെ അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ നേരെയാണെങ്കിൽ ഇയാൾ കാരണമുള്ള ഫീൽഡ് വലത്തോട്ട് വരും. ഇവിടുത്തെ ചാർജ് കാരണമുള്ള ഫീൽഡ് ലേശം മുകളിലേക്ക് വരും. ഇവിടുത്തെ ചാർജ് കാരണമുള്ള ഫീൽഡ് മുകളിലേക്ക് വരും. അതായത് ഈ ഭാഗത്ത് നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് കിടക്കുന്ന ചാർജുകൾ കാരണം ഈ പോയിന്റിലായിട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡൊക്കെ ലേശം മുകളിലേക്കായിട്ടാണ് ഉണ്ടാവുക. എന്നാൽ ഈ ഇത്രയും പോർഷൻ ഓഫ് ദി കണ്ടക്ടറിലുള്ള ചാർജ് കാരണമുള്ള ഫീൽഡ് താഴത്തെ ഭാഗത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് റിസൾട്ടന്റ് ഈ താഴത്തെ ഭാഗത്തേക്ക് ഉള്ള ഫീൽഡിന്റെ എണ്ണം കുറവും, 2 ചാർജേ ഉള്ളൂ. മുകളിലത്തെ ഭാഗത്തേക്കുള്ള ഫീൽഡുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് 1, 2, 3, 4 എണ്ണം വരും. 1, 2, 3, 4 എണ്ണം വരും. ഇങ്ങനെ മുകളിലേക്കുള്ള ഫീൽഡുകളുടെ എണ്ണം കൂടുതലും താഴത്തേക്കുള്ള ഫീൽഡുകളുടെ എണ്ണം കുറവായതുകൊണ്ട് റിസൾട്ടന്റ് കണ്ടക്ടറിന്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് വലത്തോട്ട് വരില്ല. കൂടുതൽ ഫീൽഡ് ഏത് ദിശയിലാണോ അതേപോലെ അവയുടെ മാഗ്നിറ്റ്യൂഡുകൾ എങ്ങനെയാണോ എന്നതിനൊക്കെ അനുസരിച്ച് ഒന്നുകിൽ മുകളിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ദിശ, അല്ലെങ്കിൽ താഴേക്കായിരിക്കും. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ ഡിസ്കഷൻ ഇന്ന് ഇവിടെ അപ്ലൈ ചെയ്തു. പോയിന്റ് പിയിൽ ഇലക്ട്രിക് ഫീൽഡ് വലത്തോട്ടാവാനുള്ള കാരണം നമുക്ക് മനസ്സിലായി. പോയിന്റ് പി ഈ ഇൻഫിനിറ്റ് ലെങ്ത്തുള്ള കണ്ടക്ടറിന്റെ മിഡ് പോയിന്റ് നേരെയാണ്. മാത്രമല്ല അപ്പർ ഹാഫിലും ലോവർ ഹാഫിലും ഈക്വൽ നമ്പർ ഓഫ് ചാർജുകളാണുള്ളത്. എന്നാൽ ഇവിടെയാണ് പോയിന്റ് പി എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശയും വലത്തോട്ട് തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് ഈ ഡിസ്കഷൻ പ്രകാരം സംശയം തോന്നും, ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇൻഫിനിറ്റ് ലെങ്ത്തുള്ള കണ്ടക്ടറിന്റെ മിഡ് പോയിന്റിന് നേരെയല്ലല്ലോ,
മിഡ് പോയിന്റിന്റെ നേരെ ആണെങ്കിൽ മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡ് വലത്തോട്ട് വരൂ എന്നല്ലേ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. അത് ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിന്റെ കേസിലാണ്. ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിന്റെ കേസിൽ ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണ്, ഇതും മിഡ് പോയിന്റ് ആണ്, ഇതും മിഡ് പോയിന്റ് ആണ്, എന്തും മിഡ് പോയിന്റ് ആയിട്ട് എടുക്കാം. ഫൈനൈറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടറിന് ഒരു നിശ്ചിതമായ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള മിഡ് പോയിന്റ് ഉണ്ട്. ഇൻഫിനിറ്റ് ലെങ്ത് ആണ് കണ്ടക്ടറിന് ഉള്ളതെങ്കിൽ അതിന്റെ ഏത് പോയിന്റ് നിങ്ങൾക്ക് അതിന്റെ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ മുകളിലത്തെ എൻഡ് ഇൻഫിനിറ്റിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നും നമുക്ക് മുകളിലത്തെ എൻഡിൽ നിന്ന് മിഡ് പോയിന്റിലേക്കുള്ള അതേ ദൂരം തന്നെയാണ് താഴത്തെ എൻഡിൽ നിന്നും മിഡ് പോയിന്റിലേക്ക് വരേണ്ടത്. ആ പ്രത്യേകത സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റിനാണ് മിഡ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ കണ്ടക്ടറിന്റെ മുകളിലത്തെ എൻഡ് ഇൻഫിനിറ്റിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത് എടുത്താലും ഇൻഫിനിറ്റിയാണ്, ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത് എടുത്താലും ഇൻഫിനിറ്റിയാണ്, ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത് എടുത്താലും ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ട് എനി പോയിന്റ് ഓൺ ദിസ് conductor can be considered as its midpoint, and hence electric field at any point on this cylindrical face will be radially outwards. പുറത്തേക്കുള്ള ദിശയിൽ വരയ്ക്കാൻ പറ്റും. ഈ ഭാഗത്താണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ സിലിണ്ടറിക്കൽ ഫേസിൽ വലത്തുവശത്ത് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഡി എസ് എന്ന് വിചാരിക്കുക. ആ ഡി എസിലായിട്ട് ഇന്ന് ഇലക്ട്രിക് ഫീൽഡ് വലത്തോട്ടാണ്. ഇനി ഇതേപോലെ കണ്ടക്ടറിന്റെ ഗോസിയൻ സർഫസിന്റെ അപ്പർ സർക്കുലർ ഫേസ് നോക്കാം. ഈ അപ്പർ സർക്കുലർ ഫേസിലുള്ള ഒരു ചെറിയ ഏരിയ ആണ് ഡി എസ് ഡാഷ് എന്ന് വിചാരിക്കുക. അപ്പർ സർക്കുലർ ഫേസിലുള്ള ഏരിയ മുകളിലേക്കാണ്. ഏരിയ എപ്പോഴും ആ സർഫസിൽ നിന്ന് മുകളിലേക്കായിട്ടാണ് അയക്കുക. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് അയക്കുക? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈ ദിശയിൽ വലത്തോട്ടായിട്ടാണ് അയക്കുക. എന്ന് വെച്ചാൽ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും തമ്മിൽ ഈ കേസിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാവും. ഇതേപോലെ ലോവർ സർക്കുലർ ഫേസിലുള്ള മറ്റൊരു ഏരിയയാണ് ഡി എസ് ഡബിൾ ഡാഷ്. അത് താഴേക്കാണ് ഉണ്ടാവുക. ഇവിടെ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? കണ്ടക്ടറിൽ നിന്നും, പോസിറ്റീവ് ചാർജുള്ള കണ്ടക്ടറിൽ നിന്നും ഇടത്തോട്ടായിട്ട് ഈ ആംഗിൾ 90 ഡിഗ്രി വരുന്ന രീതി, ഡി എസ് ഡബിൾ ഡാഷും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരുന്ന രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട്. ഈ ഡബിൾ ഡാഷ് ആണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. നമ്മളിനി ഗോസസ് ലോയുടെ LHS, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് കണ്ടുപിടിക്കാൻ പോവാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു, ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് വെച്ചാൽ ഇ ഡോട്ട് ഡി എസ് സിലിണ്ടറിക്കൽ ഫേസിലുള്ള ഇ ഡോട്ട് ഡി എസുകളെല്ലാം കൂട്ടണം, പ്ലസ് അപ്പർ സർക്കുലർ ഫേസിലുള്ള ഇ ഡോട്ട് ഡി എസുകൾ എല്ലാം കൂടെ കൂട്ടണം. അവിടെ അത് ഇ ഡാഷ് ഡോട്ട് ഡി എസ് ഡാഷുകളാണ് കൂട്ടേണ്ടത്. അപ്പർ സർക്കുലർ ഫേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ഡാഷ് എന്നും ഏരിയ എലിമെന്റ് ഡി എസ് ഡാഷ് എന്നാണ് എടുത്തത്. പ്ലസ് അതിൻ്റെ കൂടെ ലോവർ സർക്കുലർ ഫേസിലുള്ള ഇ ഡബിൾ ഡാഷ് ഡോട്ട് ഡി എസ് ഡബിൾ ഡാഷുകളെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോവാണ് ക്ലോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ആരെയൊക്കെ കൂട്ടണം? സിലിണ്ടറിക്കൽ ഫേസിലുള്ള ഇ ഡോട്ട് ഡി എസുകളെ എല്ലാം കൂടെ കൂട്ടണം. ഇ ഡോട്ട് ഡി എസുകളെ എല്ലാം കൂടെ കൂട്ടണം സിലിണ്ടറിക്കൽ ഫേസിൽ. പ്ലസ് അപ്പർ സർക്കുലർ ഫേസിലുള്ള ഇ ഡാഷ് ഡോട്ട് ഡി എസ് ഡാഷുകളെ എല്ലാം കൂടെ കൂട്ടണം. പ്ലസ് ലോവർ സർക്കുലർ ഫേസിലുള്ള ഇ ഡബിൾ ഡാഷ് ഡോട്ട് ഡി എസ് ഡബിൾ ഡാഷുകളെ എല്ലാം കൂടെ കൂട്ടണം. ഇ ഡബിൾ ഡാഷ് ഡോട്ട് ഡി എസ് ഡബിൾ ഡാഷുകളെ എല്ലാം കൂടെ കൂട്ടണം. ഇസ് ഈക്വൽ ടു സിലിണ്ടറിക്കൽ ഫേസ് ഈ മുഴുവനായിട്ട് എഴുതാതെ ചുരുക്കിയിട്ട് എഴുതിയാണ്. സിലിണ്ടറിക്കൽ ഫേസിലുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എസ് ഇൻറ്റു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്. വെക്ടർ ഇക്കും വെക്ടർ ഡി എസിനിടയിൽ, സിലിണ്ടറിക്കൽ ഫേസിലെ വെക്ടർ ഇക്കും വെക്ടർ ഡി എസിനിടയിലുള്ള ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഡി എസ് ആയിക്കോട്ടെ, ഇവിടെ ഒരു ഡി എസ് ആയിക്കോട്ടെ, ഇപ്പുറത്തൊരു ഡി എസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ആ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും സർഫസിലെ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ഈ കാണിച്ച പോലെ 0 ഡിഗ്രി, രണ്ടുപേരും പരസ്പരം പാരലാണ്. അതുകൊണ്ട് ഇവിടെ cos 0 പ്ലസ് അപ്പർ സർക്കുലർ ഫേസിലുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഡാഷ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എസ് ഡാഷ് ഇൻറ്റു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇ ഡാഷ് ആൻഡ് ഡി എസ് ഡാഷ്. ഇ ഡാഷും ഡി എസ് ഡാഷും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ കോസ്
90 പ്ലസ് ഒരു ടേമും കൂടെ ബാക്കിയുണ്ട്. ലോവർ സർക്കുലർ ഫേസിലുള്ള ഈ ഡബിൾ ഡാഷിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡി എസ് ഡബിൾ ഡാഷിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഈ ഡബിൾ ഡാഷിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡി എസ് ഡബിൾ ഡാഷിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഈ രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള ആംഗിളിൻ്റെ കൊസൈൻ. സോ 90 ഡിഗ്രിയാണ് ആംഗിൾ. വി നോ ദാറ്റ് കോസ് 90 ഈക്വൽ ടു 0. അതുകൊണ്ട് ഈ ടേം 0 വന്നു. ഇവിടെയും കോസ് 90 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടേമിൻ്റെ വാല്യൂ 0 വന്നു. ബാക്കിയുള്ളത് ആര് മാത്രം നോക്കൂ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എസ് ഇൻറ്റു കോസ് 0. കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ബാക്കി രണ്ടുപേരും 0 ആയതുകൊണ്ട് മായ്ച്ച് കളയാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് is equal to integral cylindrical ഫേസിലുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഇ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഡി എസ് ഇൻറ്റു കോസ് 0 ഈസ് 1. സോ ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ക്ലോസ്ഡ് ഇട്ടപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇടാഞ്ഞത്? ശ്രദ്ധിക്കുക. ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ അപ്പർ സർക്കുലർ ഫേസിലുള്ള ഇ ഡോട്ട് ഡി എസ് പ്ലസ് ലോവർ സർക്കുലർ ഫേസിലുള്ള ഇ ഡോട്ട് ഡി എസ് പ്ലസ് സിലിണ്ടറിക്കൽ സർഫസിലുള്ള ഇ ഡോട്ട് ഡി എസ്. ഇത് മൂന്നും കൂടെ, ഈ 3 ഡോട്ട് പ്രോഡക്റ്റുകളുടെയും കൂടെ സമ്മേഷൻ കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇത്. അതുകൊണ്ട് അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസായി. ഇതും സിലിണ്ടറിക്കൽ ഫേസും കൂടെ കൂടിച്ചേരുമ്പോൾ ക്ലോസ്ഡ് സർഫസായി. അതിലുള്ള ഒരു സിലിണ്ടറിക്കൽ സർഫസിലുള്ള ഇൻ്റഗ്രേഷൻ മാത്രമേ ബാക്കി കിടക്കുന്നുള്ളൂ. മറ്റൊരു രണ്ടുപേരും 0 ആയി നമ്മൾ കണ്ടതാണ്. ഇത് പക്ഷേ ഈ സിലിണ്ടറിക്കൽ സർഫസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് അല്ല. അതാണ് ഇവിടെ ക്ലോസ്ഡ് ഇല്ലാത്തത്. ഓക്കെ. ഇനി നമ്മൾ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എസ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ കുറേ ടേമുകളുണ്ട്. ഇത് ഇവിടെയുള്ള ഈ ഡോട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോർഷനിലൂടെയുള്ള ഫ്ലക്സ് മാത്രം ഇൻ്റഗ്രൽ സൈൻ ഒഴിവാക്കി ബാക്കി ഭാഗം ഇ ഇൻറ്റു മോഡുലസ് ഓഫ് ഇ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി എസ് എടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ വട്ടത്തിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് മാത്രമാണ്. അങ്ങനെയുള്ള ബാക്കി വട്ടങ്ങളും ഈ സിലിണ്ടറിക്കൽ ഫേസിലുണ്ട്. അവയുടെ എല്ലാം കൂടെ അവയിലൂടെയൊക്കെയുള്ള ഫ്ലക്സ് ഇങ്ങനെ കണ്ടുപിടിച്ച് എല്ലാം കൂടെ കൂട്ടുക എന്നാണ് ഈ എഴുതിയതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിങ്ങനെ 30 പ്ലസ് 20 പ്ലസ് 40 പ്ലസ് 50 ഇങ്ങനെ ഒരു സമ്മേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിലെല്ലാം 10 കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഇതിനിങ്ങനെ എഴുതും 10 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് ഇങ്ങനെ എഴുതും. കോമൺ ആയിട്ട് കുറേ ടേമുകളുടെ സം എടുക്കുമ്പോൾ അതിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കും, ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കും എന്നൊക്കെ പറയണം. അതേപോലെ ഇവിടെ ആരെങ്കിലും കോമൺ ആയിട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഡി എസുകളെല്ലാം, ഈ ചെറിയ ഡി എസുകളെല്ലാം ആക്സിസ് ഓഫ് ദി സിലിണ്ടറിൽ നിന്നും തുല്യ അകലത്തിലാണ് കിടക്കുന്നത്. സിലിണ്ടറിന്റെ നടുവ് കൂടെ പോകുന്ന സ്ട്രേറ്റ് ലൈനിൽ നിന്നും സിലിണ്ടറിക്കൽ ഫേസിലുള്ള ഓരോ പോയിന്റും തുല്യ അകലത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡി എസുകളെല്ലാം, ഈ ചെറിയ ഡി എസുകളെല്ലാം ഈ ആക്സിസിൽ നിന്നും തുല്യ ദൂരത്തിലാണ് കിടക്കുന്നത്. ഈ ആക്സിസിലെ ചാർജാണ് ഇവിടങ്ങളിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് ഡി എസിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി വേറൊരു ഡി എസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഇത് തന്നെ ആകുമോ? ആകുമെന്നാണ് ഉത്തരം. എന്തുകൊണ്ടാകുന്നത്? ഈ ഇലക്ട്രിക് ഫീൽഡിന് കാരണം അതിൽ നിന്നും r ദൂരെ കിടക്കുന്ന പോസിറ്റീവ് ചാർജുള്ള കണ്ടക്ടറാണ്. അതേപോലെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനും കാരണം അതിൽ നിന്നും r ദൂരെ കിടക്കുന്ന പോസിറ്റീവ് ചാർജുള്ള കണ്ടക്ടറിലെ ചാർജുകളാണ്. അതേപോലെ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഡി എസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനും കാരണം അതിൽ നിന്നും r ദൂരെ കിടക്കുന്ന ഇൻഫിനിറ്റ് ലെങ്ത്തുള്ള സ്ട്രെയിറ്റ് കണ്ടക്ടറിലെ ചാർജുകളാണ്. അപ്പം ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും തുല്യ അകലം, ഇൻഫിനിറ്റ് ലെങ്ത്തുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും തുല്യ അകലത്തിൽ കിടക്കുന്ന ഏരിയ എലിമെന്റുകളിലൊക്കെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഏത് ഡി എസ് എടുത്താലും, സിലിണ്ടറിക്കൽ സർഫസിലെ ഏത് ഡി എസ് എടുത്താലും അവിടെയൊക്കെയുള്ള മോഡുലസ് ഓഫ് വെക്ടർ ഇ സെയിം തന്നെയാണ്. എന്ന് വെച്ചാൽ കുറേ ടേമുകളുടെ സമ്മാണ് ഇതെങ്കിൽ ആ ടേമുകളിലൊക്കെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എന്ന് പറയുന്നത് സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ആ ടേമുകളിൽ നിന്നൊക്കെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇയെ പുറത്തേക്ക് കിട്ടും. നേരത്തെ നമ്മൾ 10 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് എഴുതിയ പോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സിലിണ്ടറിക്കൽ ഫേസിലുള്ള
ഡി എസുകളുടെ എല്ലാം കൂടെ സം എടുക്കുക. സിലിണ്ടറിക്കൽ ഫേസിലുള്ള ഡി എസുകളുടെ സം എടുക്കുക. Now this is equal to magnitude of E into what is integral ds over a cylindrical face. സിലിണ്ടറിക്കൽ ഫേസിലുള്ള ഡി എസുകൾ എല്ലാം കൂടെ കൂട്ടി എന്താ കിട്ടുക? സിലിണ്ടറിക്കൽ ഫേസിന്റെ ആ കർവ്ഡ് ആയിട്ടുള്ള ഫേസിന്റെ ഇതാണ് സിലിണ്ടറിക്കൽ ഫേസിൽ ഒരു ഡി എസ്. അങ്ങനെയുള്ള എല്ലാ ഡി എസുകളുടെയും കൂടെ സം എടുത്തു ഇങ്ങനെയുള്ള എല്ലാ ഡി എസുകളുടെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തം സിലിണ്ടറിക്കൽ ഫേസിന്റെ ഏരിയ കിട്ടും. എങ്ങനെയാ സിലിണ്ടറിക്കൽ ഫേസിന്റെ ഏരിയ കണ്ടുപിടിക്കുക? സിലിണ്ടറിക്കൽ ഫേസിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മോഡുലസ് ഓഫ് ഇ ഇൻറ്റു സിലിണ്ടറിക്കൽ ഫേസിന്റെ ഏരിയ ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr into L, where r is the radius of this cylindrical face and L is its length, and the length L ആണ് 2πr into L. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ കിട്ടുക. ഇന്റഗ്രേഷൻ ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ കിട്ടുക ഇതാണ്. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. പക്ഷേ ഗോസ് പറയുന്നത് ഗോസസ് ലോ അനുസരിച്ച് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് കണ്ടുപിടിക്കാൻ ഇതൊന്നും ചെയ്യണമെന്നില്ല. പകരം നിങ്ങൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം Q/ε0 കണ്ടുപിടിച്ചാലും മതി. Q/ε0 കണ്ടുപിടിച്ചാലും മതി. വേർ Q is the charge inside the selected Gaussian surface. സെലക്ട് ചെയ്ത ഗോസിയൻ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജാണ് Q എന്ന് പറയുന്നത്. സെലക്ട് ചെയ്ത ഗോസിയൻ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനിലുള്ള ചാർജ്. ഈ പോർഷനാണ് ഗോസിയൻ സർഫസിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. എത്ര ലെങ്ത് ഉള്ള പോർഷൻ? L ലെങ്ത് ഉള്ള പോർഷനാണ്. കണ്ടക്ടറിന്റെ L ലെങ്ത് ഉള്ള പോർഷനാണ് ഗോസിയൻ സർഫസിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അതിൽ 1 മീറ്ററിലുള്ള ചാർജാണ് നേരത്തെ നമ്മൾ എഴുതി വെച്ചത്. അതിൽ 1 മീറ്ററിലുള്ള ചാർജാണ് ലാംഡ കൂളും. 1 മീറ്ററിൽ ലാംഡ കൂളും പെർ മീറ്റർ ആണ് ചാർജ് എങ്കിൽ L മീറ്ററിൽ എത്ര ചാർജ് ഉണ്ടാവും? L ലാംഡ ചാർജ് ഉണ്ടാവും. അപ്പോൾ ഈ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് ആണ് Q എങ്കിൽ Qന് പകരം ലാംഡ ഇൻറ്റു L എന്ന് എഴുതാം. സോ ലാംഡ ഇൻറ്റു Qന് പകരം അത് എഴുതി ലാംഡ ഇൻറ്റു L ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. സോ വി ഹാവ് 2 equations to calculate ഇലക്ട്രിക് ഫ്ലക്സ്. ഒന്ന് ആദ്യം നമ്മൾ എഴുതിയ ഇക്വേഷൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇ ഇൻറ്റു 2πrl. രണ്ടാമത് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ലാംഡ എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. രണ്ടിൻ്റെ LHS സെയിം ആണ്. സോ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2, ഇക്വേഷൻ 1 ഉം 2 കൂടെ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മോഡുലസ് ഓഫ് ഇ ഇൻറ്റു 2πrl is equal to lambda into L divided by epsilon 0. എല്ലും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് therefore modulus of E is equal to is equal to 1 divided by the അപ്പുറത്തേക്ക് പോകും 2π ഈ എപ്സിലോൺ 0 ഇതിൻ്റെ കൂടി എഴുതാണ് 2π epsilon 0 1 divided by 2π epsilon 0. ഇനി ബാക്കി ഇവിടെ ലാംഡ ഉണ്ട്. ലാംഡ ഡിവൈഡഡ് ബൈ ഈ ലാംഡ ഇവിടെ ഉണ്ട്. ലാംഡ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. ഒരു 6 കൂടെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ലാംഡ ഡിവൈഡഡ് ബൈ r. So this is the equation used to calculate the electric field at a point distant r from an infinite straight conductor carrying charge. ചാർജ് ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റ് സ്ട്രേറ്റ് കണ്ടക്ടറിൽ നിന്നും 6 ഡിസ്റ്റൻസ് ദൂരെ കിടക്കുന്ന ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം വലത്തോട്ടാണ്. പോയിന്റ് പി ഇവിടെയാണെങ്കിൽ വലത്തോട്ടാണ് ഡയറക്ഷൻ. പോയിന്റ് പി ഇവിടെയാണെങ്കിൽ ഇടത്തോട്ടാണ് ഡയറക്ഷൻ. പോയിന്റ് സിലിണ്ടറിക്കൽ ഫേസ് ആണ്. അപ്പോൾ പോയിന്റ് പി ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടാണ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഗോസിയൻ സർഫസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിൽ വയ്ക്കണം. അതൊരു റെഗുലർ ഷേപ്പുള്ള ഒരു ഗോസിയൻ സർഫസ് ആയിട്ടാണ് എടുക്കേണ്ടത്. 2, ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഗോസിയൻ സർഫസിന്റെ ഉപരിതലത്തിൽ കിടക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഗോസസ് ലോ ഉപയോഗിച്ച് എളുപ്പത്തിൽ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്.